ഇപ്പോഴും സിംഗിൾ. മലയാളി പെണ്ണിനെ കല്യാണം കഴിച്ച് കേരളത്തിൽ താമസിക്കണമെന്ന് കിളി പോൾ. എങ്ങനെയുണ്ട്? ഇവിടെ ഉള്ളവർക്ക് തന്നെ പെണ്ണ് കിട്ടുന്നില്ല, അപ്പോഴാ പുറത്തു നിന്നൊരാൾക്ക് മതി. പണ്ടൊക്കെ പെൺകുട്ടികളാണ് പുര നിറഞ്ഞു നിന്നിരുന്നെങ്കിൽ ഇപ്പൊ ചെക്കന്മാരാണ് പുര നിറഞ്ഞു നിൽക്കുന്നത്. വിദ്യാഭ്യാസവും കാണാൻ മൊഞ്ചും സ്വത്തും സമ്പത്തും ഒക്കെ ഉണ്ടായിട്ടും മഷിയിട്ട് നോക്കിയാൽ പോലും ഒരൊറ്റ പെണ്ണിന് കല്യാണം കഴിക്കാൻ കിട്ടുന്നില്ല. പ്രേമിക്കാനും ഒളിച്ചോടാനും ജാതിയില്ല, മതവുമില്ല, കളറുമില്ല, സ്വത്തുമില്ല, വിദ്യാഭ്യാസവും ഇല്ല, കുടുംബവും ഇല്ല, ഒന്നുമില്ല. ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. കല്യാണം കഴിക്കാൻ ജാതി നന്നായിട്ടും കാര്യമില്ല, മതം നന്നായിട്ടും കാര്യമില്ല, സ്വത്തും പൈസയും വിദ്യാഭ്യാസവും സമ്പത്തും ഒന്നും ഉണ്ടായിട്ടും വേണ്ട. കുട്ടികൾക്ക് വേണ്ട. ആ സ്ഥാനത്താ പുറത്തുനിന്ന് ഒരുത്തൻ വന്നിട്ട്. പക്ഷെ വേറെ ഒന്നുണ്ട്, എടുത്ത് പറയേണ്ട ഒരു കാര്യം. ഇവിടെ ഉള്ള ചെക്കന്മാർക്ക് പെണ്ണ് കിട്ടുന്നില്ലെങ്കിലും പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് എന്ത് നാടകം കളിച്ചാലും നമ്മുടെ നാട് ബെസ്റ്റാ, പെണ്ണിട്ടും. ഇപ്പൊ ഈ അടുത്തൊരു വാർത്ത വന്നിരുന്നു, മലയാളി പെൺകുട്ടികളെ കല്യാണം കഴിച്ചത് 72 ബംഗാളികൾ. 72 ബംഗാളികൾ കേരളത്തിൽ മലയാളി പെൺകുട്ടികളെ നിയമപരമായിട്ട് വീടുകളിൽ ചെന്ന് ബ്രോക്കർ വഴിയും അല്ലാതെയും വീടുകൾ ചെന്ന് ഇഷ്ടപ്പെട്ട് നാരങ്ങ വെള്ളം ഒക്കെ കുടിച്ച് കല്യാണം ഉറപ്പിച്ച് കല്യാണം കഴിച്ചത് 72 ആൾക്കാർ. ഇവിടെ എത്ര ലക്ഷം ചെക്കന്മാരുണ്ട്, മലയാളി ചെക്കന്മാർ പെണ്ണ് കിട്ടാതെ. ആർക്കും വേണ്ട. ബംഗാളിക്കും കാട്ടുജാതിക്കും എല്ലാവർക്കും പെണ്ണ് ഇവിടെ റെഡിയാ. പിന്നെ ഈ കിളി പോൾ ഉണ്ണിയേട്ടൻ എല്ലാവരും വിളിച്ചപ്പോൾ തന്നെ ഉറപ്പാ ഇതെന്തെങ്കിലും ഒരു സംഗതിക്ക് നടക്കുന്ന്. മാത്രമല്ല, ഇങ്ങനൊരു ആഗ്രഹം ഉണ്ണിയേട്ടൻ ഈ കിളിപോൾ പറഞ്ഞാൽ അതിന് സമ്മതം മൂളാൻ വരി നിൽക്കുമായിരിക്കും പെൺകുട്ടികൾ. ഞാൻ റെഡിയാണെന്ന് പറഞ്ഞ ആ നിമിഷം മുതൽ ആ പെൺകുട്ടി ഓൾറെഡി വൈറലായി നിൽക്കുന്ന ഒരാളാണല്ലോ. അപ്പൊ അതിന് സമ്മതം മൂളിയിട്ട് പറ്റിക്കാനാണെങ്കിലും വെറുതെ പറയാനാണെങ്കിലും ആ കുട്ടി വൈറലാ. അപ്പം ഇഷ്ടം പോലെ പെൺകുട്ടികൾ റെഡി ആയിരിക്കും വൈറലാവാനും കല്യാണം കഴിക്കാനും ഒക്കെ. മാത്രമല്ല, ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ആശാൻ വെടത്തിയത് ഇന്നസെന്റ് എന്ന് പറഞ്ഞൊരു പുതിയ സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ടാണ് ഈ ഉണ്ണിയേട്ടൻ ഈ കിളിപോൾ കേരളത്തിലെത്തിയത്. എന്തെങ്കിലുമൊക്കെ നടക്കും. ഏതായാലും വല്ലാത്ത ജാതിയല്ലേ. ഹൈഷ്.